ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 97K കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ ആഴ്ചയാണ്. വരും ആഴ്ചകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇനിയുള്ള എട്ട് ആഴ്ചേൻ്റെ ഇടയിൽ, ഇനി വരുന്ന ഒരു മാസത്തിൻ്റെ ഇടയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീട്രേസിന് സാധ്യതകൾ ഓരോ ആഴ്ച കൂടുമ്പോൾ കൂടിക്കൊണ്ടൊക്കെയാണ്. 7ാമത്തെയും 8ാമത്തെ ആഴ്ചയാണ് ഫസ്റ്റ് 25% റീട്രേസ് ഉണ്ടാവുക. അത് 100K ബ്രേക്ക് ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ള കാര്യം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10Xലെ ഷിബും ഡോജിൻ്റെയും സാധ്യതകൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു. പലരും അതിൽ നിന്നുള്ളൊരു അത്യാവശ്യ പ്രോഫിറ്റുകൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. പിന്നെ ആ പബ്ലിക് ഗ്രൂപ്പുകളിൽ ഷിബിൻ്റെയും ഡോജിൻ്റെയും ചാർട്ടുകൾ പൊതുവെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കാണാൻ പറ്റാത്തവർ പോലും പബ്ലിക് ഗ്രൂപ്പിൽ സജീവമായിട്ടുണ്ടാവണം. അതിൽ നൽകുന്ന അപ്ഡേറ്റ്സുകൾ, ചാർട്ട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഏത് സെറ്റപ്പിലാണ്, പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് ബൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു ബേജാറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചാർട്ട് വൈസ് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻറ്റ് കിട്ടും. എങ്ങനെയാണ് ഈ കോയിൻ ഇങ്ങനെ നൽകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം, എന്തുകൊണ്ട് ഈ ഏരിയയിൽ പ്രത്യേക വോളറ്റിലിറ്റി, ഇവിടുന്ന് പെട്ടെന്ന് കയറുന്നത് എന്തുകൊണ്ടാണ്. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നേക്കാം നമ്മൾ ബൈ ചെയ്തതിന് ശേഷം ഒരു മാറ്റമില്ല, നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം വളരെ ഗെയിൻ ഉണ്ടാകുന്നു എന്ന് പൊതുവേ ക്രിപ്റ്റോ മാർക്കറ്റിൽ തമാശ രൂപത്തിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത്? ചിലപ്പം ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ ഇടയിലായിരിക്കും. പിന്നീട് അവിടെ നിന്ന് വന്ന് ഒരു റീട്രേസ് വന്ന് കുറച്ച് നാൾ കൺസോൾഡേറ്റ് ചെയ്ത ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തുടങ്ങാൻ പോകുമ്പോഴാണ് നിങ്ങൾ ഇത് കുറച്ച് കയറിയിട്ടുണ്ട്, ഇനി വിറ്റക്കാം എന്ന ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വിൽക്കുകയും ആ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു നല്ല ഗെയിൻ ഉണ്ടാവും നിങ്ങൾ കാണുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് കോയിൻസുകളിൽ നിന്നും പ്രോഫിറ്റിലൂടെ എക്സ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുന്ന ആൽഗോ കോയിനാണ്. ആൽഗോ കോയിന് ഞാൻ എൻ്റെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 1 ഞാൻ അതിൻ്റെ വീഡിയോ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആൽഗോ ഞാൻ 10X എക്സ്പെക്റ്റ് ചെയ്യുന്ന കോയിൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആൽഗോൻ്റെ രീതികളും അതിൻ്റെ ചാർട്ട് വൈസ്, ഒരുത്തൻ കമൻ്റ് ഇട്ടിട്ട് കണ്ടിരുന്നു, ചാർട്ട് വെച്ചൂടെ ബാക്ക്ഗ്രൗണ്ടിൽ, ചാർട്ട് വൈസുള്ള ഫുൾ അനലൈസുകൾ പബ്ലിക് ഗ്രൂപ്പിൽ തരുന്നുണ്ട്. ഇത് നമ്മൾ ഫേസ് ടു ഫേസ് സംസാരമാണ്. അപ്പോൾ ഇവിടെ ആൽഗോൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ആൽഗോനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് അതിൻ്റെ മെയിൻ റെസിസ്റ്റൻസ് ആയ 0.25, 0.35 ഈ രണ്ട് ഏരിയയിലാണ് അത്. 0.25 ബ്രേക്ക് ചെയ്തു, ഇപ്പോൾ 0.35 റേഞ്ചിലാണ് ഉള്ളത്. 0.12 അല്ലെങ്കിൽ 15 ഏരിയയിലാണ് പേഴ്സണലി നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ബൈ ചെയ്തിട്ടുണ്ടാവുക. ഇനിയും ഓപ്പർച്യൂണിറ്റികളുണ്ട്. 0.35ഉം 0.25 റേഞ്ചിലാണെങ്കിൽ പോലും ലക്ഷ്യം എന്ന് പറയുന്നത് $1 to $2 ആണ്. അതിൻ്റെ മുകളിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് കറക്റ്റ് പറയുമ്പോൾ നമ്മളിപ്പോൾ എയിം ചെയ്യേണ്ടത് മിനിമം $1 ആണ്. കാരണം ഞാൻ എൻ്റെ 10X ആവണമെങ്കിൽ അതിൻ്റെ കൂടുതൽ പോകണം. എങ്കിൽ പോലും നമുക്ക് ആൽഗോനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി $1 അച്ചീവബിൾ ആയ ഒരു കോയിൻ തന്നെയാണ്. ഈ വരുന്ന ബുൾ മാർക്കറ്റിൽ സാധ്യത കൂടുതലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്, പ്രത്യേകിച്ച് ഷിബ് ആയാലും ഡോജ് ആയാലും, എൻ്റെ പേഴ്സണൽ 10X ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എവിടെ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരുമ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള അനാലിസിസ് ബേസ്ഡാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് അതനുസരിച്ചുള്ള റിസ്ക്കുകളും ഉണ്ട് എന്നുകൂടി നിങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ചില ആൾക്കാർ, ഞാൻ ഈ വിഷയങ്ങളൊക്കെ പൊതുവെ കൂടുതലായിട്ട് ഉന്നയിക്കാൻ കാരണം ഇത് ക്രിപ്റ്റോ വേൾഡാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ പലതരം ആൾക്കാരും നമ്മൾ പരിചയപ്പെടേണ്ടി വരും, ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർ ഹൈ റിസ്ക് ടേക്കർ ആയിരിക്കും, ചില ആൾക്കാർ വളരെ കോൺഷ്യസ് ആയിരിക്കും, ചില ആൾക്കാർ തീരെ കെയർലെസ് ആയിരിക്കും. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഹൈ റിസ്ക് ടേക്കർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എന്താ ചെയ്യുക, അവരുടെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അവരുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റായ വീട്, സ്വർണം, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കോടീശ്വരനാവാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ട് തന്നെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഒരു 2-3 ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൽ കോടിപതി ആവുക, ഒരൊറ്റ ഡീല് നമ്മൾ വലിയ എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡിനേക്കാൾ നല്ലത് ഒരു ഏരിയയിൽ, ഇപ്പോൾ ക്രിപ്റ്റോ ബുൾ മാർക്കറ്റ് ലഭിക്കുന്നു, ഈ പറയുന്ന കാലയളവിൽ അത്യാവശ്യം ബുൾ മാർക്കറ്റിൻ്റെ ഒരു ഏർലി സ്റ്റേജിലാണ് പേഴ്സണലി ഞാൻ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ എനിക്കിതിൽ നിന്നും 0 - 10 രൂപയെങ്കിലും 10 രൂപ ഗെയിൻ ഉണ്ടാക്കാനാകും. കമ്പാരിറ്റീവ്ലി ഈ ബുൾ മാർക്കറ്റ് അറിയാത്ത ഒരുപാട് പേരുണ്ട്, ഇതിന്ന് ലേറ്റായി വരുന്നവരുണ്ട്. അത് നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് പേഴ്സണലി ഈ ഒരു സ്പേസിൽ നിന്ന് എനിക്കൊരു ഗെയിൻ ഉണ്ടാക്കാം, എൻ്റെ വലിയ സമയമൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡ്രൈവിലോ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കണം വോയിസ് കേൾക്കുക. എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ മറ്റോ കാര്യങ്ങൾ സ്പെസിഫിക്കായി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലി വേണ്ട ചാർട്ടുകളൊക്കെ ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ നൽകും. ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ വേറെ എന്തെങ്കിലും അതിനു വേണ്ടി പോലും സമയം കളയരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
നിങ്ങൾ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്ന സമയത്തോ യൂട്യൂബിൽ എന്ത് ചെയ്യപ്പെടാം, ഒരു ഇയർഫോൺ വെച്ചിട്ട് മാത്രം അങ്ങനെ കെയർലെസ് ആയിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണലി ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഹൈ റിസ്ക് ടേക്കർ ആകുന്ന സമയത്ത് തന്നെ ഈ ക്രിപ്റ്റോ മാർക്കറ്റിൽ എന്ത് ചെയ്യപ്പെടാം, തുടച്ചു നീക്കപ്പെടലുണ്ടാവും. നിങ്ങൾ ഈ കഴിഞ്ഞ 99K 91K ഉണ്ടാകുമ്പോൾ ഒരു വലിയ ലിക്വിഡേഷൻ എന്ന് പറയുന്ന മെസ്സേജുകൾ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് എങ്ങനെയാണ് ഒരുപാട് എമൗണ്ട് ലിക്വിഡേറ്റ്, ഇത് ആരാണ്, ഇത് വേൾഡ് വൈഡ് നടക്കുന്ന സംഭവമാകുമ്പോൾ തന്നെ 97 99 ഉണ്ടാകുമ്പോൾ തന്നെ വലിയ ഒരു മുന്നേറ്റം ഇനി വരാൻ പോവുകയാണ്. പെട്ടെന്ന് വലിയ മുന്നേറ്റം ഉണ്ടാവും. 69 99 വന്നതല്ലേ, ഇനി ഒരു 120 വരൂലേ, എല്ലാവരും പറയുന്നുണ്ട് 200K 150K ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് 3x അല്ല, എനിക്കൊരു ഇപ്പോൾ ഇവിടുന്ന് 100x ഇട്ടാൽ 250K BTC അല്ലെങ്കിൽ BTC ഒരു 150K ആകുമ്പോൾ എനിക്കുണ്ടാകുന്ന വലിയ പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ഹാലൂസിനേഷൻ തന്നെ നമുക്ക് പറയാം. ആ ഒരു ഹാലൂസിനേഷൻ പരിപാടിയിലാണ് എല്ലാ ആൾക്കാരും ഇത്ര ലിവറേജഡ് വരുന്നു. ക്രിപ്റ്റോ മാർക്കറ്റ് അവരെയൊക്കെ തുടച്ചു നീക്കും. ഇത് മനസ്സിലാവാനുള്ള കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം എല്ലാവർക്കും, നമ്മൾ ഈ പറയുന്ന 6 മാസം മുമ്പ് ഈ അക്യുമുലേഷൻ പീരീഡിൽ BTC 70K വന്നു. എല്ലാവർക്കും അറിയാം BTC ഈ ഒരു സൈക്കിളിൽ എന്തായാലും പുതിയൊരു ഓൾ ടൈം ഹൈ അടിക്കും. പക്ഷെ അന്നൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത പാട് സംഭവിച്ചൊരു കാര്യം, 48K വരെ BTC കുറഞ്ഞിട്ടാണ് ഇന്ന് പറയുന്ന ഏരിയയിലേക്ക് കയറിയത്. അതെന്തുകൊണ്ടാണ്? പലരും വലിയ ലോങ് ഇട്ടവർ, അതായത് ഈ 100-90Kയിലേക്ക് എത്തുമ്പോഴത്തേക്ക് വലിയ ഹ്യൂജ് ലിവറേജ്ഡ് ലോങ് ഇട്ടവരൊക്കെ ക്ലിയർ ചെയ്ത് അവരൊക്കെ ഒഴിവാക്കിയിട്ടാണ് മാർക്കറ്റ് 99Kയിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, പക്ഷെ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും. എങ്ങനെ? നമ്മുടെ ആർത്തി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. ആർത്തിയുള്ളവരെയാണ് പൊതുവെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. മറ്റവരെന്ന് പറയുന്നത് എന്താ? അടുത്ത ഒരു കോൺഷ്യസ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. എൻ്റെ പേഴ്സണൽ അധ്വാനത്തിൽ ഞാൻ ഇട്ട ഒരു എമൗണ്ട് എനിക്ക് എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം, എനിക്ക് അതിൽ നിന്നും ലോസ് അല്ലാത്തൊരു ലാഭം ഉണ്ടാവണം എന്ന് കോൺഷ്യസ് ആയി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരായിരിക്കും ചിലപ്പം പലപ്പോഴും വിജയിക്കുക. കാരണം അവരെപ്പോഴും ഒരു കോൺഷ്യസ് ആയിരിക്കും. അതായത് അവർക്ക് ഗ്രീഡിയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു മാനസിക വിഷമമുണ്ടോ, അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഞാൻ ഇത്ര ഗ്രീഡി എക്സ്പെക്റ്റ് ചെയ്യണോ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ കമ്മർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഒരു ആറ്റിറ്റ്യൂഡ്. ശരിയാണ്, നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത്ര കോൺഷ്യസ് ആവണോ, അത് ലീവ് ചെയ്ത് വിട്ടാൽ പോരെ എന്ന് ചിന്തിക്കുമ്പോഴും ഒരു ന്യൂ ആയിട്ട് ക്രിപ്റ്റോയിൽ വരുന്നവർ, ഒരു മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് പോലും ഇല്ലാത്തവരൊക്കെ ആ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം. മറ്റു ചിലരെന്ന് പറയുന്നത് അവർ തീരെ കെയർലെസ് ആണ്. അവരെന്ത് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കേ അല്ല. അവരൊരു ഏരിയയിൽ ഒരു എമൗണ്ട് ഇടുന്നു, എന്നിട്ട് പിന്നെ ചിലപ്പോൾ അവർ ആ വഴി തന്നെ നോക്കൂല. ഒരു എക്സ്ചേഞ്ചിൽ ഒരു എമൗണ്ട്, വേറൊരു എക്സ്ചേഞ്ചിൽ എമൗണ്ട്, അതിൻ്റെ പാസ്വേഡ് മറക്കുക, അതിൻ്റെ ഇമെയിൽ ID മറക്കുക. അവർക്ക് ടെൻഷനില്ല. അവരെന്ത് ചെയ്യപ്പെടുന്നു, ഒരു കോയിൻ കാണുന്നു, ഒരു 100x കോയിൻ കാണുന്നു, അത് ബൈ ചെയ്യുന്നു. ശേഷം വേറൊരു എക്സ്ചേഞ്ച് പോകുന്നു, അവിടെ നിന്ന് USDT ബൈ ചെയ്യുന്നു, അവിടെ എന്തൊക്കെയോ ബൈ ചെയ്യുന്നു. ലാസ്റ്റ് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഏത് എക്സ്ചേഞ്ചിലാണ് പൈസ ഉള്ളത് പോലും അറിയാത്ത ആ ആറ്റിറ്റ്യൂഡ്, അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. കാരണം ശരിയാണ്, നമുക്ക് ഈ വിഷയം ടെൻഷനില്ല. എന്നിരുന്നാൽ പോലും ഓരോ മണിയും, നമ്മുടെ കയ്യിലുള്ള ഓരോ തുള്ളി തന്നെ ഞാൻ പറയാം, ആ ഒരു മണി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ സമയം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്ര കെയർലെസ് ആവരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, നിങ്ങൾ ഒന്നാമത് കാര്യം പല എക്സ്ചേഞ്ചുകളിലേക്കും കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ശരിയാണ്, ചില കോയിൻസ് ചില എക്സ്ചേഞ്ചിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു റീസൺ അല്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നേക്കാം സേഫ്റ്റി അതല്ലേ, പല എക്സ്ചേഞ്ചിലും വെച്ച് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പോയാൽ ഇങ്ങനെയല്ല നല്ലത്. അങ്ങനെയുള്ളവർ ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു വാലറ്റ് അഡ്രസ്സിലേക്കോ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ഒരു $500 ഡെപ്പോസിറ്റ് ഉള്ള ഒരു കോയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, വാലറ്റിലേക്ക് മാറ്റുക. നിങ്ങളെ എയിം എന്ന് പറയുന്നത് സഡൻ വിൽപ്പന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ജൂൺ അല്ലെങ്കിൽ മെയ്യിലാണ് ഞാൻ സെൽ ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കുറച്ചും കൂടി റിട്ടേൺസ്. നിങ്ങൾ പൊതുവേ ചെയ്യേണ്ട കാര്യം, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു $1000 നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം, എല്ലാ കോയിനും കൊണ്ട് 20,000 ആവുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ഇട്ട ആ കമ്പൈൻഡ് കോയിൻസിനെ കൊണ്ട് എനിക്കൊരു $2,000 ആവുമ്പോൾ ഞാൻ എല്ലാ കോയിനും സെല്ല് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് വെക്കുക. അങ്ങനെയാണ് ചിലപ്പോൾ ചില കോയിൻസിൻ്റെ ഗെയിൻ, അല്ലെങ്കിൽ എന്താ ഒരിക്കലും സെല്ല് ചെയ്യില്ല. ഒരു കോയിൻ സെല്ല് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എടുത്ത് അപ്പുറത്തെ കോയിൻസിലിടും, അകർത്ത് ഇപ്പുറത്തെ കോയിൻസിലിടും, അതിൻ്റെ പ്രോഫിറ്റ് എടുത്ത് ഡിഫറൻസ്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ പൊതുവേ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5-6 കോയിൻസ് വാങ്ങണമെങ്കിൽ അത് $100 വാങ്ങണമെങ്കിൽ നിങ്ങൾ എയിം ചെയ്യുന്നത് ടോട്ടലായിട്ട് 200ലേക്ക് കയറിയാൽ 200 അടിച്ച് ഞാൻ സെൽ ഓഫ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം,
നിങ്ങളുടെ ചില കോയിൻസിൻ്റെ വലിയ ഗ്രോത്തോ ചില കോയിൻസിൻ്റെ ഗ്രോത്ത് കുറവ് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കലാസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് പിടിക്കാം. അല്ലെങ്കിൽ എന്താ, ചില കോയിൻസ് വലുതാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് സെല് ചെയ്യാതിരിക്കും, ചില കോയിൻസ് കുറയുന്ന കണ്ട ചിലപ്പോൾ അത് സെല് ഓഫ് ചെയ്ത് കയറുന്ന കോയിനിലിടും. അങ്ങനെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ കാണിച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യപ്പെടും, പ്രോഫിറ്റ് എടുക്കൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് $500 മുകളിലുള്ള കോയിൻസ് നിങ്ങൾക്ക് വാലറ്റിലേക്ക് മാറ്റാം. രണ്ടാമത്, നിങ്ങൾ എപ്പോഴും ഒരു എയിം വെക്കണം. നിങ്ങൾ റീ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് ഒരാൾ $500 ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അയാൾ 1000 ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ റീ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ലക്ഷ്യം എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഫുൾ ക്ലോസ് ചെയ്യുക. അൾട്ടിമേറ്റ് നിങ്ങൾ ആ ഏരിയയിൽ എത്തുമ്പോഴേക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു ഇത് വേണം. ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ കൂടി വേണം. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഏരിയ വെച്ചിട്ടാണ്. $100 ഇട്ട ഒരാൾ എയിം ചെയ്യുന്നത് $500. ആ സമയത്ത് മാർക്കറ്റ് കയറി പോകുന്നു, അതിൻ്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചെറിയ $20 $30 ഇൻവെസ്റ്റ് ചെയ്യുന്നു. അൾട്ടിമേറ്റ് $300 ഇൻവെസ്റ്റ് ചെയ്തത്, പക്ഷെ 500 ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഗെയിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടാം, ഈ ഒരു വിഷയം നമുക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയാക്കാം. ഞാൻ വളരെ നീട്ടി സംസാരിക്കുന്നില്ല, ഇനിയും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ.